പാഠം 795. ഒരു ഭയങ്കര പ്രതികാര കഥ. ഷർട്ടുമൊന്നും തേച്ചില്ലേ ഭാമേ? എപ്പോഴേ തേച്ചു വെച്ചിരിക്കുന്നു. മോഹനേട്ടന് നേരത്തെ പോണെന്ന് പറഞ്ഞുകൊണ്ട് 8 മണിയായപ്പോഴേക്ക് ഞാൻ തേച്ചു വെച്ചതാ. 9:15 ഇവിടുന്ന് പുറപ്പെട്ടാലേ 9:30 മുൻപ് പ്രഭാകരൻ സാറിന്റെ വീട്ടിലെത്താൻ പറ്റൂ. സാറിന്റെ സ്ഥലം നോക്കിയിട്ട് 10 മണിക്ക് വില്ലേജ് ഓഫീസിൽ എത്തുകയും വേണം. സത്യം പറഞ്ഞ ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സ്ഥലം വിളക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആധാരം അടക്കം സകല രേഖകളുടെയും അസലും പകർപ്പും അപേക്ഷയോട് തരത്തില്ലേ? പിന്നെ ഈ നേരിട്ട് പോയിട്ട് സ്ഥലം അടക്കുന്ന എന്തിന്? അങ്ങനെ ചെയ്യണം എന്നാണ് ചട്ടം. ഓ, ചട്ടമൊക്കെ ശരിയാ. പക്ഷെ പ്രഭാകര സാറിനെ പോലുള്ളവരുടെ കാര്യത്തിൽ എന്താ ഇത്ര പേടിക്കാനുള്ളത് മോനേട്ടാ? അവരൊരു തട്ടിപ്പും കാണിക്കൂല. ധൈര്യമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. പ്രഭാകരൻ സാറ് തട്ടിപ്പൊന്നും കാണിക്കില്ല എന്നെനിക്കറിയാം. എന്നാലും ചട്ടങ്ങൾ തെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആഫീസിലേക്ക് പോകുന്ന വഴിയാണ് സാറിന്റെ വീട്. അവിടെ കയറി ഒരു 10 മിനിറ്റ് ചെലവാക്കിയാൽ പ്രശ്നം തീർന്നല്ലോ. മോഹനേട്ടന് പിന്നെ ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് കൊള്ളാമേ. എനിക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? എന്നും ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന വൈകിയാണ്. ഇവിടുത്തെ ജോലി മുഴുവൻ തീരണ്ടേ? ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരുടെ വീട്ടിലെ ജോലിക്ക് ഒരാള് വേണ്ടതാ. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തൊരു എളുപ്പമുണ്ടായിരുന്നു. ആമേ, നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ ജോലി ചെയ്യാൻ മടിച്ച് വീട്ടു ജോലിക്ക് ആളെ വെച്ചാൽ വെറുതെ കാശ് എത്രയാണ് പോകുന്നത്? വീട്ടു ജോലിക്ക് ആളെ കിട്ടി കഴിയുമ്പോ തോന്നും ആഫീസ് ജോലിയല്ലേ പ്രയാസം. അപ്പൊ അവിടെയും സഹായത്തിന് നമ്മൾ ആളെ വിളിക്കും. ഒടുവിൽ നമുക്ക് കിട്ടുന്ന കാശ് മുഴുവൻ ജോലിക്കാര് കൊണ്ടുപോകും. മോഹനേട്ടൻ ഇതേ പറയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാലോ. അല്ലെങ്കിലും കാശ് ചെലവുള്ള ഒരു കാര്യത്തിന് മോഹനേട്ടന് സമ്മതിക്കൂലല്ലോ. ഹലോ. മോഹനേട്ടനല്ലേ? അതെ, ഞാൻ ദിവാകരനാണ്. ദിവാകരൻ സാറോ? എന്താ സാർ? ഞാൻ മിനിയാന്ന് മോഹനേട്ടനോട് കാര്യം പറഞ്ഞല്ലോ, അതെന്തായി? ഞാനത് മറന്നുപോയല്ലോ. ആമയോട് ആ കാര്യം സംസാരിക്കാൻ പറ്റിയതില്ല. മോഹനേട്ടൻ സംസാരിക്കോ? ശിവദാസ് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവന്റെ അവസ്ഥ കുറച്ച് കഷ്ടമാണ്. ഞാൻ പറഞ്ഞു മോഹനേട്ടനെ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന്. രാവിലെ ടൗണിൽ എന്തോ ആവശ്യത്തിന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് സത്യഭാമയെ ഒന്ന് കാണാന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ് മതി. അല്ല, ഞാൻ ഭാമയോട് സംസാരിക്കാതെ. മോഹനേട്ടൻ പറഞ്ഞ സത്യഭാമ കേൾക്കാതിരിക്കൂ. എന്തായാലും അങ്ങോട്ട് വരാൻ പറയാം. ബാക്കിയൊക്കെ പറ്റും പോലെ ചെയ്യ്. സത്യഭാമ ഒന്ന് സഹായിച്ചാൽ ആ കുടുംബത്തിന് അത് വലിയൊരു ആശ്വാസമായിരിക്കും. ആമയോടെ കൊണ്ടാക്കുമല്ലോ. എന്താ മോഹനേഷ്ണ? ഒന്നുമില്ല സാർ, വരാൻ പറയൂ സാർ. ഇനിയിപ്പൊ ഇക്കാര്യം പറഞ്ഞാൽ അവൾ എതിര് പറയുന്നുള്ളത് ഉറപ്പാ. ഞാൻ പിന്നെ ആലോചിക്കുകയായിരുന്നു. എന്ത്? അല്ല, കുറച്ചു മുമ്പ് നീ പറഞ്ഞില്ലേ സഹായത്തിന് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്. അതിന്റെ ആവശ്യമില്ല എന്ന് മോഹനേട്ടനും അപ്പോ പറഞ്ഞു. അല്ല, അത് വീട്ടു ജോലിക്ക്. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. നമ്മുടെ കാര്യം നോക്കാൻ മൂന്നാമതൊരാളിന്റെ ആവശ്യമില്ല. മാത്രമല്ല, വീട്ടില് പുറത്തുനിന്ന് ഒരാളുണ്ടായാൽ നമ്മുടെ സ്വകാര്യത അങ്ങ് പോകും. പക്ഷെ ആഫീസ് കാര്യം അങ്ങനെയല്ല. ആഫീസിൽ നമ്മളെ സഹായിക്കാൻ നല്ല കഴിവുള്ള ആളുകൾ കൂടെ ഉള്ളത് നല്ലതാ അല്ലേ? എന്ന് വെച്ചാ നല്ല വക്കീലന്മാരുണ്ടാകണമെങ്കിൽ നല്ല ഗുമസ്തന്മാരുണ്ടാകണം എന്നാണല്ലോ പറയാറുള്ളത്. ഈ ഗുമസ്തന്റെ സാമർഥ്യം പോലിരിക്കും വക്കീലിന്റെ വിജയം. അത് ശരിയാ മോനട്ടാ. ഞങ്ങളുടെ കോടതിയിലെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിലേ പല വക്കീലന്മാരും ജീവിച്ചു പോകുന്നതിന് ഗുമസ്തന്മാരുടെ കഴിവുണ്ട്. IPC ഒക്കെ കാണാപ്പാടമാക്കിയ ചില ഗുമസ്തന്മാരുണ്ട്. വിശ്വനാഥ സാറിന്റെ കൂടെയുള്ള പ്രകാശേട്ടൻ. എന്റെ മോഹനട്ടാ, പ്രകാശേട്ടൻ അറിയാത്ത നിയമവും ഇല്ല, ചട്ടവും ഇല്ല. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു കേസും തോക്കില്ല. അതെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. നിനക്കും അങ്ങനെ നല്ല കഴിവുള്ള ഒരു ഗുമസ്തൻ കൂടെ ഉണ്ടെങ്കിൽ എത്രമാത്രം കേസ് വിജയിപ്പിക്കാൻ പറ്റും. അതിനിപ്പോ ഞാൻ കേസൊന്നും തോക്കാറില്ലല്ലോ. അത് മാത്രമല്ല, മത്തേച്ചേട്ടന് കുറച്ച് പ്രായമായിരുന്നേ ഉള്ളൂ. നല്ല ഓർമ്മയും ബുദ്ധിയുണ്ട്.
ചില സമയത്ത് എന്നെക്കാട്ടിൽ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. പിന്നെ സുരേഷ് ഉണ്ടല്ലോ, സുരേഷ് ആളും മിടുക്കന്. കുറച്ചുകൂടെ കഴിയുമ്പോഴേ അവൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല ഗുമസ്തനായിരിക്കും. എന്നാലും ഒരാളും കൂടെ ഉള്ളതല്ലേ, ഒരാളും കൂടി ആള് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കേസ് പിടിക്കാൻ പറ്റും. എന്തിനാ? ഇപ്പോഴുള്ള കേസുകൾ തന്നെ കൂടുതലാ. ഇനി എനിക്ക് കൂടുതൽ കേസ് ഉണ്ടായാലേ ഭ്രാന്ത് പിടിച്ചു. നിനക്ക് ഗവൺമെന്റ് സ്കൂളിലെ ദിവാകരൻ സാറിനെ അറിയില്ലേ? അറിയാം. ദിവാകരൻ സാറ് ഒരു നല്ല മനുഷ്യനാ. മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാൾ. മെനിയാന്ന് സാർ ഒരു ആവശ്യത്തിന് വില്ലേജ് വന്നിരുന്നു. എന്നിട്ട് വന്നപ്പോ സാർ ഒരു ബന്ധുവിന്റെ കാര്യം പറഞ്ഞു. ഡിഗ്രി പാസ്സായിട്ടുണ്ട്, ഒരു ജോലിക്ക് ശ്രമിച്ചിട്ട് ഇതുവരെ നടന്നില്ലെന്ന്. മോഹനേട്ടാ, 1, 2 MA MSc ഉള്ളവർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോഴാണോ ഒരു ഡിഗ്രി മാത്രം പാസ്സായാൾക്ക് ജോലി കിട്ടാൻ പോണത്? അങ്ങനെയല്ല, ഈ പറഞ്ഞ ആൾക്ക് നിയമത്തിനോട് വലിയ താല്പര്യമുള്ള ആളാ. കുറച്ചാൾ ഏതോ ഒരു വക്കീലിന്റെ കൂടെ ഗുമസ്തപ്പണി ചെയ്തിട്ടുണ്ട്. ഒരു നല്ല വക്കീലിന്റെ കൂടെ ജോലി ചെയ്താൽ രക്ഷപ്പെടാമെന്ന് ആരോ പറഞ്ഞു അത്രേ. ദിവാകരൻ സാർ എന്നോട് ചോദിച്ചു, എന്റെ കൂടെ നിർത്താൻ പറ്റുമെന്ന്. എന്റെ കൂടെയോ? അതെങ്ങനെ ശരിയാവും മോനേട്ടാ? മത്തായി ചേട്ടനും സുരേഷും എന്റെ കൂടെ ഇല്ലേ? അവരൊക്കെ എങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? പറഞ്ഞു വിടണ്ട. ഇപ്പൊ ഒരാളുടെ കൂടെ ഉണ്ടെന്ന് വെച്ചപ്പോ എന്താ കുഴപ്പം? പാല് നമ്മളൊന്നും കൊടുക്കണ്ട. ജോലി പഠിക്കുകയാണെന്നാണല്ലോ ഉദ്ദേശം. അത് ശരിയാവില്ല മോനേട്ടാ. ഒന്നാമത്തെ കാര്യം, മത്തായി ചേട്ടൻ പറഞ്ഞിട്ടൊരു പയ്യൻ വന്നപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. ഇനി പുറത്തുനിന്ന് ഒരാളെ ഞാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മത്തായി ചേട്ടൻ അത് ഇഷ്ടപ്പെടുവോ? അതിന് മത്തായി ചേട്ടനെ ഇഷ്ടം നോക്കേണ്ട കാര്യം എന്താ? നീ അല്ലേ വക്കീല്, നിന്റെ ഗുമസ്തന്മാരെ തീരുമാനിക്കേണ്ടത് നീയല്ലേ? എന്നാലും അത് ശരിയാവില്ല മോനേട്ടാ. മത്തായി ചേട്ടനെ സുരേഷിനെ പിണക്കിയ അതൊരു ബുദ്ധിമുട്ടാവും. എന്തായാലും ഇപ്പൊ എനിക്ക് പുതിയ ഒരാളെ വെക്കാൻ പറ്റില്ല. നീ ഒന്നുകൂടെ ആലോചിക്ക. ഇതിലങ്ങനെ ആലോചിക്കാനൊന്നുമില്ല മോനേട്ടാ. എന്തായാലും നടക്കൂല. ഈ ദിവാകരൻ സാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ സത്യത്തിൽ എനിക്കൊരു കുറച്ചില്ല. ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ മോനേട്ടാ. ഒരു കാര്യം ചെയ്യാം, വേറെ ഏതെങ്കിലും വക്കീലന്മാരോട് ഒഴുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ വേറെ ആരെയും കൂടെ നിർത്തുന്ന കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിന്റെ കൂടെ നിർത്താനല്ലേ. അത് പറ്റില്ലെങ്കിൽ വേണ്ട, ചെറുതല്ലേ പ്രശ്നം. പിന്നെ നീ ഇതുപോലെ ആവശ്യമായിട്ട് വരും, അന്നേരം ഞാൻ ബാക്കി പറഞ്ഞോളാം. ഒരു വക്കീൽ എന്തെങ്കിലും വക്കീല് തോറ്റ വക്കീല് കാര്യം എന്നെ പറഞ്ഞതല്ലോ അഹങ്കാരി. അവനുള്ളൊരു ആവശ്യം വന്നപ്പോ എന്തൊരു മര്യാദക്കാരനായിരുന്നു നോക്കി. ഇതിപ്പോ ഇങ്ങനൊരു ആവശ്യം ഞാനായിരുന്നു പറയുന്നെങ്കിലോ എന്റെ പൊന്നേ. ഹലോ, വിദ്യ, എന്താ രാവിലെ? എന്താ അത്യാവശ്യം? അതെയോ? മോഹനേട്ടന് ജോസഫ് സാറുമായിട്ട് അടുപ്പുണ്ടെന്നുള്ളത് നേരാ? പേരെന്താന്നാ പറഞ്ഞേ? രാജീവൻ. ഓ, ഞാൻ മോഹനേട്ടനോട് പറയാം. അതൊക്കെ ശരിയാ. ശരി, ഞാൻ നോക്കട്ടെ. മോഹനേട്ടനോട് എന്തു പറയുന്ന കാര്യമാണ്? വിദ്യാലക്ഷ്മി ആയിരുന്നു വിളിച്ചതേ. അവളുടെ അടുത്തൊരു ബന്ധുവുണ്ട്, രാജീവൻ. കുറെ നാള് ഗൾഫിലായിരുന്നു ജോലി. ഇപ്പോ നാട്ടിൽ തിരിച്ചു വന്നിരിക്കുക. ഇവിടെ എന്തേലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോസഫ് സാറിന്റെ വീട്ടില് ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞത്. ഏത് ജോസഫ് സാറ്? സിവിൽ സപ്ലൈസ് റിട്ടയർ ചെയ്ത ജോസഫ് സാറ്. സാറുമായിട്ട് മോഹനേട്ടൻ ഭയങ്കര അടുപ്പത്തിലല്ലേ? അതെ. വിദ്യ അതറിഞ്ഞു. അവളിപ്പോ വിളിച്ചത് രാജീവിന് വേണ്ടി മോഹനേട്ടൻ ഒന്ന് ശുപാർശ ചെയ്യുവോ എന്ന് അറിയാനാ. മനസ്സിലായില്ല? അല്ലെ, ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ എന്താ ഉള്ളു മോഹനേട്ടാ? ജോസഫ് സാറിന്റെ അടുത്ത് മോഹനേട്ടൻ ഒന്ന് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യയുടെ ബന്ധു രാജീവിന് അവിടുത്തെ ഡ്രൈവർ ജോലി കിട്ടും. ഞാൻ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാറില്ല.
അത് ശരിയാണ്. ഇത് പക്ഷേ വിദ്യ പറഞ്ഞ കാര്യല്ലേ. അവള് വലിയ പ്രതീക്ഷയില്ല വിളിച്ചേ. എനിക്ക് വേണ്ടി മോഹനേട്ടൻ ഒന്ന് ജോസഫ് സാറിനെ വിളിക്കോ? നടക്കില്ല. ഞാൻ ഒരാൾക്ക് വേണ്ടിയും ശുപാർശ ചെയ്യില്ല. ഓരോരുത്തരും അവരവരുടെ സാമർഥ്യത്തിനനുസരിച്ച് വേണം ജോലി കണ്ടുപിടിക്കാൻ. അന്നത്തെ അക്രമത്തിന് പ്രതികാരം ചെയ്യാൻ പറ്റിയ സമയമാണ്. ഈ അവസരം ഒന്ന് ദുരുപയോഗിച്ചാലോ? മോഹനേട്ടാ, ഒച്ചോ പിണങ്ങി നിക്കാ? മോഹനേട്ടൻ പറഞ്ഞ ആൾക്ക് ജോലി കൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ടാ? ഞാൻ ദിവാകരൻ സാറിന്റെ മുന്നിൽ മോശക്കാനാവുന്ന എനിക്കൊരു പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ പറ്റില്ലെന്ന് പറഞ്ഞത്. ഞാനത് മോഹനേട്ടനെ വെറുതെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എന്റെ മോഹനേട്ടൻ ഒരു കാര്യം പറഞ്ഞ ഞാനത് അനുസരിക്കാതിരിക്കൂ? സംശയിക്കണ്ട. മോഹനേട്ടൻ പറഞ്ഞ ആളോട് വരാൻ പറഞ്ഞോളൂ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയ്യടാ, ആ ചിരി കണ്ടോ? ഞാനൊരു കാര്യം പറയുമ്പോ മോഹനേട്ടൻ സമ്മതിച്ചില്ലെങ്കിലും മോഹനേട്ടൻ ഒരു കാര്യം പറയുമ്പോ ഞാൻ സമ്മതിക്കും. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി നോക്കി നിൽക്കാതെ ദിവാകരൻ സാറിനെ വിളിച്ച് പറ. മോഹനേട്ടൻ പോകുന്നതിന് മുന്നേ വരാൻ പറയണം. ഞാൻ പറഞ്ഞു. എപ്പോ? ആദ്യം വിളിച്ചപ്പോ ദിവാകരൻ സാർ പറഞ്ഞു 9 മണിയാവുമ്പോ ആളെ പറഞ്ഞു വിടാന്ന്. അപ്പോ ഞാൻ സമ്മതിക്കുമെന്ന് മോഹനേട്ടൻ അപ്പോഴേ അറിയായിരുന്നു അല്ലേ? അങ്ങനെ ഞാൻ നിർബന്ധിച്ച നീ സമ്മതിക്കുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മള് തമ്മില്. സ്വന്തം കാര്യം വരുമ്പോ സോപ്പിട്ട് വർത്താനം പറയാൻ മോഹനേട്ടൻ ഒരു പ്രത്യേക സാമർത്ഥ്യം തന്നെയാണേ. ഉത്തമനാണല്ലോ. ഞാൻ നോക്കാം. മോനെയും മോഹനേട്ടാ, അയാൾ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും പറയുന്നതെന്നും അപ്പൊ കാണാം. എന്നോട് അന്ന് ചെയ്ത കൊലച്ചതിക്ക് പകരമായി ഈശ്വരനായിട്ട് കൊണ്ടുതന്ന അവസരമായിരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ആ ഭാസ്കറിന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് തരാന്നാണ് സാറ് പറഞ്ഞത്. ഇതുവരെ കിട്ടിയില്ലേ എന്ന് ഭാസ്കരൻ ഫോൺ ചെയ്ത് ചോദിച്ചു. ഇന്ന് സർട്ടിഫിക്കറ്റ് തരാമെന്ന് കെ മോഹനേഷ് സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കിട്ടിയിരിക്കും. ഓ ഓ ഓ ഇടയ്ക്കിടെ അതെന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് ഭാസ്കരന് തോന്നിയാലും ഉത്തമന് തോന്നേണ്ട കാര്യമില്ലല്ലോ. ഓ, അപ്പൊ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ കിട്ടുമല്ലേ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ഓ ഓ അങ്ങനെ തന്നെ പറഞ്ഞു. ഉത്തമന് വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? വേറെ വേറെ ഒന്നുമില്ല സാറേ. അപ്പൊ ഉത്തമ സ്ഥലം വിട്ടോ. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം. നമസ്കാരം ഡോക്കിയില്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമൊന്നും ആയിട്ടില്ല ഉത്തമ. വലിയൊരു വിശേഷം ഉണ്ടാവാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെന്ത് വിശേഷമാണ്? പ്രതികാരം. പ്രതികാരമോ? കഴിഞ്ഞ ആഴ്ച വിദ്യാലക്ഷ്മി അവളുടെ ഒരു ബന്ധു രാജീവന്റെ ജോലിക്കാരി എന്നോട് പറഞ്ഞു. സപ്ലൈ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ജോസഫ് സാറിന്റെ വീട്ടിൽ ഒരു ഡ്രൈവറുടെ ജോലി. മോഹനേട്ടനൊന്ന് ശുപാർശ ചെയ്ത രാജീവിന് ആ ജോലി കിട്ടുമായിരുന്നു. ഞാൻ ആ കാര്യം മോഹനേട്ടനോട് പറഞ്ഞ പാടെ മോഹനേട്ടൻ നടക്കൂല എന്ന് പറഞ്ഞു. ജോലി നേടേണ്ടത് ശുപാർശയിലല്ല പോലും. അത് ശരിയാ. അത് പിന്നെ മോഹനേട്ടൻ സാർ ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യില്ലല്ലോ. ഇല്ല. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ മോഹനേട്ടനെ പിന്നെയും സോപ്പിട്ടു. ഒടുവിൽ ആഫീസിൽ പോവാൻ നേരം എന്താ ഒരു ഗൗരവം? ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഇങ്ങനാവൂ? ഞാൻ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും മോഹനേട്ടനോട് പറയാറില്ല. വല്ലപ്പോഴും പറയുന്ന ഓരോ നിസാര കാര്യ. അതൊട്ട് മോഹനേട്ടൻ ചെയ്യുവോ ഇല്ല. അപ്പൊ പിന്നെ എന്റെ മുഖം ഇങ്ങനെയൊക്കെയല്ലേ ഇരിക്കുള്ളൂ. ആമേ, നീ വക്കീലായതും ഞാൻ വില്ലേജ് ഓഫീസർ ആയതും ആരും ശുപാർശ ചെയ്തിട്ടല്ലോ. അവനവന്റെ അധ്വാനവും കഷ്ടപ്പാടും കൊണ്ടൊരു സ്ഥാനത്തെത്തുമ്പോഴേ അതിനൊരു വിലയുണ്ടാവും. എല്ലാവർക്കും അങ്ങനെ പറ്റിയൊന്നും വരില്ലല്ലോ മോനേട്ടാ. ഇതിപ്പോ ജോസഫ് സാറിന് വീട്ടിലൊരു ഡ്രൈവറുടെ ഒഴിവുണ്ട്. മോഹനേട്ടനും ജോസഫ് സാറും തമ്മിൽ അടുപ്പം വെച്ച് മോഹനേട്ടൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫ് സാർ അത് സമ്മതിക്കും. അങ്ങനെ മോഹനേട്ടൻ ശുപാർശയിൽ ഒരാൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ
അയാൾക്ക് ഈ ജന്മം മുഴുവനും മോഹനേട്ടനോട് എന്തൊരു ബഹുമാനമായിരിക്കും. രാജീവിന് എന്നും മോഹനേട്ടനെ പറ്റി ഓർക്കില്ലേ? രാജീവൻ എന്നെ പറ്റി ഓർക്കുക എന്നുള്ളതല്ല നിന്റെ പ്രശ്നം എന്ന് എനിക്കറിയാം. ഞാൻ ശുപാർശ ചെയ്ത് രാജീവിന് ജോലി കിട്ടിയാൽ അതിന്റെ പേരിൽ നിനക്ക് വിദ്യാലക്ഷ്മിയുടെ മുന്നിൽ ആളാകാം. അതല്ലേ സത്യം? ഭർത്താവിന്റെ പേരിൽ ഭാര്യ ഒന്നും ആളാവുന്നല്ലോ, എന്തൊരു തെറ്റുണ്ടോ? എന്തായാലും നീ ഇത്രയും പറഞ്ഞല്ലേ, ഞാൻ രാജീവിനോട് സംസാരിക്കട്ടെ. സംസാരത്തിൽ ആള് യോഗ്യനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ജോസഫ് സാറോട് പറയാം. സത്യം? അയ്യോ, നല്ല മോഹനേട്ടൻ. എന്നിട്ട് മോഹനേട്ടൻ സാർ ശുപാർശ ചെയ്താ? അതല്ലേ ക്ലൈമാക്സ്. മോഹനേട്ടൻ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം രാജീവിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഇവിടെ? നമസ്കാരം സാർ. നമസ്കാരം. എന്താ പേര്? രാജീവൻ. രാജീവിന് വണ്ടി ഓടിക്കാനൊക്കെ ശരിക്കും അറിയാമോ? അറിയാം സാർ. ഞാൻ പറഞ്ഞില്ലേ മോഹനേട്ടാ, രാജീവ് കുറച്ചുകാലം ഗൾഫിലായിരുന്നു. അവിടെയുള്ള കാറുകളൊക്കെ മോഹനേട്ടൻ അറിയാലോ. അത്തരം വലിയ കാറുകളൊക്കെ ഓടിച്ച് പരിചയമുള്ള ആളാ. പിന്നെന്താ രാജീവൻ തിരിച്ചു പോകുന്നത്? അന്യ നാട്ടിൽ കിടന്ന് എത്ര കാലം സാറാ ജോലി ചെയ്യുന്നേ? നാട്ടിലൊരു ജോലി ഉള്ളതാ നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു. അതാ തിരിച്ചു പോകുന്നത്. രാജീവൻ ജോലിക്ക് പോകാൻ നോക്കുന്ന ജോസഫ് സാറ് എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആളാണ്. ജോസഫ് സാറ് 30 കൊല്ലം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് വിരമിച്ച ആളാണ്. സാറിന്റെ വീട്ടിൽ സാറല്ലാതെ ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. ശരി സാർ. മൂത്ത പെൺകുട്ടിക്ക് പ്രായം 24 വയസ്സ്, രണ്ടാമത്തെ പെൺകുട്ടിക്ക് പ്രായം 21 വയസ്സ്. മൂത്ത പെൺകുട്ടിക്ക് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയുണ്ട്. രണ്ടാമത്തെ പെൺകുട്ടി പഠിക്കുന്നു. അവർക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകാനാണ് ഒരു ഡ്രൈവർ നിയമിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ട് രാജൻ വേറൊന്നും വിചാരിക്കരുത്. ഇക്കാലത്ത് ചെറുപ്പക്കാരായ ആണുങ്ങൾ ചെറുപ്പക്കാരായ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അല്ല മോഹനേട്ടാ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഭാമേ, അതുവരെ ക്ഷമിക്കോ? രാജീവന് വയസ്സ് എത്ര എന്നാ പറഞ്ഞത്? 32. കല്യാണം കഴിഞ്ഞതാണോ? അല്ല സാർ, ഒരു നല്ല ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അവിവാഹിതനായ രാജീവിനോടൊപ്പം എന്ത് വിശ്വസിച്ചാണ് ജോസഫ് സാർ 2 പെൺകുട്ടികളെ അയക്കുന്നത്? ആ പെൺകുട്ടികൾ കാണാൻ അതീവ സുന്ദരികളാണ്. ട്യൂഷനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ രാത്രിയായെന്ന് വരും, ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും. കല്യാണം പോലും കഴിക്കാത്ത രാജീവിന്റെ കൂടെ ആ കുട്ടികൾ എന്ത് ധൈര്യത്തിൽ പറഞ്ഞു വിടും? സാറേ, ഞാനൊരു മാന്യനാണ്. രാജീവൻ കുഴപ്പക്കാരനാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ഒരു പൊതുവായ കാര്യം പറഞ്ഞതാണ്. ഒരു പ്രശ്നമുണ്ടായിട്ട് അത് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രശ്നം ഉണ്ടാകാതെ നോക്കുന്നതാണല്ലോ. തീപ്പെട്ടിയും പടക്കവും ആരും അടുത്തെടുത്ത് വെക്കാറില്ല. മോഹനേട്ടാ, ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ എന്തുണ്ടായത്? രാജീവിനെ കണ്ട തന്നെ അറിഞ്ഞൂടെ ഒരു പ്രശ്നക്കാരനല്ലെന്ന്? എനിക്ക് മുഖലക്ഷണ ശാസ്ത്രം അറിയില്ല. ജോസഫ് സാറിന്റെ വീട്ടിലെ ഡ്രൈവർ ജോലിക്ക് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനായ രാജീവനെ ഞാൻ ശുപാർശ ചെയ്യില്ല. എന്റെ വക്കീലെ, ആളെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നു വക്കീലിന്റെ പരിപാടി. വിദ്യാലക്ഷ്മി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇത് ഒരുമാതിരി തെണ്ടിത്തരമായിപ്പോയി. മോഹനകൃഷ്ണൻ സാറ് കാണിച്ചത് രാജീവ് പറഞ്ഞ പോലെ തന്നെ തെണ്ടിത്തരമല്ലേ ഉത്തമ? ഇമ്മാതിരി വൃത്തികേട് കാണിക്കാനാണ് രാജീവനോട് വരാൻ പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ അവനോട് വരാനേ പറയില്ലായിരുന്നു. എനിക്ക് വിദ്യയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. അത് ശരിയാണ് വക്കീലെ. പക്ഷേ ദൈവം എന്റെ കൂടെ ഉത്തമ. മോഹനേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്റെ ഗുമസ്തനാവണമെന്ന് പറഞ്ഞ് മോഹനേട്ടനെ വിളിച്ചു. ഞാൻ ആദ്യം സമ്മതിച്ചില്ല. മത്തായി ചേട്ടന് സുരേഷും ഒക്കെ ഉണ്ടല്ലോ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് അതിൽ പ്രതികാരത്തിന്റെ ഒരു സാധ്യതയുണ്ടല്ലോ എന്ന്. പ്രതികാരത്തിന്റെ? മോഹനേട്ടന് വേണ്ടപ്പെട്ട ആ യോഗ്യൻ ഇന്നിങ്ങോട്ട് വരട്ടെ. അന്ന് മോഹനേട്ടൻ രാജീവിന്റെ അടുത്ത് പറഞ്ഞതല്ല ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്.
മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുമ്പോഴുണ്ടാവുന്ന പ്രയാസം വില്ലേജ് ഓഫീസർക്ക് ഇന്ന് മനസ്സിലാവും. ഈശ്വരാ, മോഹനേരി സാറിന്റെ കാര്യം ഇന്ന് കട്ടപ്പുകയായത് തന്നെ. ആഹാ, മോഹനേട്ടൻ റെഡിയായോ? അങ്ങനെ അങ്ങ് പോയത് എങ്ങനെയാ മോഹനേട്ടാ? എനിക്ക് 9:15 പുറപ്പെടണം. പ്രഭാകരൻ സാർ കാത്തിരിക്കുകയാണ്. പക്ഷെ മോഹനേട്ടൻ പറഞ്ഞ ഒരാൾ എന്നെ കാണാൻ വരുമ്പോ മോഹനേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? 9:15 മുൻപ് വരികയാണെങ്കിൽ കാണാം. ഇല്ലെങ്കിൽ നീ കണ്ട് സംസാരിച്ചാൽ മതി. നിന്റെ കൂടെ ജോലി ചെയ്യാൻ പോകുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചിട്ട് എന്താ കാര്യം? നീ സംസാരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ കോടതി കാര്യങ്ങളിലും നിയമത്തിന്റെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ലല്ലോ. ചോദിക്കേണ്ടതും പറയേണ്ടതൊക്കെ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാനതൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യുമ്പോ മോഹനേട്ടൻ കൂടി ഉള്ളതായിരുന്നു നല്ലത്. അല്ല മോഹനേട്ടാ, ചില കാര്യങ്ങൾ പറയുമ്പോ കേൾക്കാൻ മോഹനേട്ടൻ കൂടി ഉള്ളത് വളരെ നല്ലതാ. അതുകൊണ്ടാ. നോക്കാം. ഈ ദിവാകരൻ സാറ് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാ. അതുപോലെ സാറ് പറഞ്ഞു വിടുന്ന ആളും അതുപോലെ തന്നെ ആയിരിക്കും. 9:15 മുൻപേ വരുമായിരിക്കും. വരട്ടെ. ആളുകളോട് മാന്യമായി പെരുമാറാതിരിക്കുന്നതിന്റെ കുഴപ്പം ഇന്ന് വില്ലേജ് ഓഫീസർ മനസ്സിലാക്കാൻ പോവാണല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. ദിവാകരൻ സാറ് പറഞ്ഞു വിട്ട തോന്നക്കിലുള്ള ഷാജിയല്ലേ? അതെ സാർ. അല്ല, ഇവിടെ സാറിനെ കണ്ടാ മതി, എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ ഷാജിയുടെ കാര്യം ഭാമയോട് പറഞ്ഞിട്ടുണ്ട്. ആളെ മനസ്സിലായില്ലേ? ഇതാണ് എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമ. നമസ്കാരം മാഡം. മാഡത്തെ പോലെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നത് മഹാഭാഗ്യമാണ്. മോഹനേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ദിവാകര സാറ് മോഹനേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഷാജി. പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ ഷാജി ഇത്ര ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായേ. സത്യം പറഞ്ഞ ഞാൻ പ്രതീക്ഷിച്ചത് കുറെ കൂടി മുതിർന്ന ഒരാളെയാ. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഷാജി വേറൊന്നും വിചാരിക്കരുത്. ഇക്കാലത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങൾ ചെറുപ്പക്കാരായ സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോഴോ വളരെയധികം സൂക്ഷിക്കണം. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ മോഹനേട്ടാ, ഒരു മിനിറ്റ്. ഷാജിക്ക് എത്ര വയസ്സായെന്നാ പറഞ്ഞത്? 30. കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല. നല്ലൊരു ജോലി കിട്ടാതെ എങ്ങനെയാ കല്യാണം കഴിക്കുന്നേ? ഓ, അത് ശരിയാ. നല്ലൊരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി. പക്ഷേ അവിവാഹിതനായ ഷാജിക്കൊപ്പം ഞാൻ എന്ത് വിശ്വസിച്ചാണ് ജോലി ചെയ്യുന്നത്? ഞാനാണെങ്കിൽ കാണാൻ തരക്കേടില്ലാത്ത അത്യാവശ്യ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി. ജോലി വക്കീലിൻ്റെതായതുകൊണ്ട് പകലും രാത്രിയിലുമൊക്കെ ആഫീസിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോവുകയും ജോലി ചെയ്യേണ്ടി വരും. കല്യാണം പോലും കഴിയാത്ത ഷാജിയുടെ കൂടെ എന്ത് ധൈര്യത്തിലാ ഞാൻ വരിക? അത് മാഡം, ഞാൻ ഷാജി കുഴപ്പക്കാരനാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പൊതുവേ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് പരിഹരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കുന്നതാണല്ലോ, അല്ലേ? ഈ തീപ്പെട്ടിയും പടക്കവും ആരും അടുത്തടുത്ത് വെക്കാറില്ല, അറിയാലോ. ഷാജി ദിവാകരൻ സാറ് പറഞ്ഞിട്ടാളാ, ഒരു കുഴപ്പമുണ്ടാക്കില്ല. അയ്യോ, അത് മോഹനേട്ടന്റെ പ്രതീക്ഷയല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഷാജി പോയിക്കോളൂ. ഇതിനാണോ സാറേ എന്നെ വിളിച്ചു കൊടുത്തത്? ഇതൊരുമാതിരി ആളെ കളിയൊക്കെ പരിപാടിയായി പോയി സാറേ. ബാക്കി ഞാൻ ദിവാകരൻ സാറിനോട് പറഞ്ഞോളാം. കാണിച്ചത് എന്ത് വൃത്തിയായി കാണിച്ചത്? ഈ നാടകം കളിക്കാനാണോ ആളവരെ പറഞ്ഞത്? ഞാൻ കളിച്ചത് നാടകമാണെങ്കിൽ അതിന്റെ കഥയും ഡയലോഗും എല്ലാം മോഹനേട്ടൻ എഴുതിയതാ. പണ്ട് വിദ്യാലക്ഷ്മി പറഞ്ഞുവിട്ട രാജീവൻ ഡ്രൈവർ ജോലിക്ക് ശുപാർശ ചെയ്യാനായി വന്ന് ഓർമ്മയുണ്ടോ? അന്ന് മോഹനേട്ടൻ എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച ആ നാടകത്തിലേതല്ലാത്ത ഒരൊറ്റ ഡയലോഗ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ നാണം കെട്ടു, ഇപ്പൊ മോഹനേട്ടൻ. പകരത്തിന് പകരം. എങ്ങനെയുണ്ട്? സത്യഭാമയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് മോഹനേട്ടൻ ഇന്ന് പഠിക്കും. മോഹനേട്ടാ, 9:10 ആയുള്ളൂ. മോഹനേട്ടൻ 9:15
പോയാൽ മതി എന്നല്ലേ പറഞ്ഞത്? 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇനി 5 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. അതിനിടയില് മോഹനേട്ടൻ പറഞ്ഞ ആള് വരികയാണെങ്കിൽ കണ്ടിട്ട് പോവാലോ. എനിക്ക് പരിചയമില്ലാത്ത ആളല്ലേ, മോഹനേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ എനിക്ക് എളുപ്പമായിരിക്കും. കോടതിയിൽ കയറി നിന്ന് കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് നീ. അങ്ങനെ ഒരാൾക്ക് പുതുതായിട്ടൊരാളെ പരിചയപ്പെടാൻ എന്താണ് പ്രയാസം? എന്നാലും മോഹനേട്ടൻ ഉള്ളതാ നല്ലത്. സത്യം പറഞ്ഞ മോഹനേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കരിവേറ്റത്. എനിക്ക് കാണാം. അല്ല, മോഹനേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാളോട് ഞാൻ വളരെ ഭംഗിയായിട്ട് പെരുമാറുന്ന കാണുമ്പോ മോഹനേട്ടന് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷം കാണുന്നതാണല്ലോ എനിക്കൊരു സന്തോഷം. ആഹാ, ഒന്നല്ലോ, കൃത്യസമയം. ഇപ്പൊ നിനക്ക് മനസ്സിലായ ഭാമൻ? മോഹനകൃഷ്ണൻ സാർ മാത്രമല്ല, കെ മോഹനകൃഷ്ണന് പരിചയമുള്ള ആൾക്കാർ പോലും കൃത്യനിഷ്ഠക്കാരാണെന്ന്. വരൂ. ദിവാകരൻ സാറോ? നമസ്കാരം സാർ. നമസ്കാരം. സാറ് വരുമെന്ന് കരുതിയില്ല. ഞാൻ വരണമെന്ന് കരുതിയതല്ല, പക്ഷെ ഞാൻ കൂടെ വന്ന് പരിചയപ്പെടുത്തണമെന്ന് കക്ഷിക്ക് വാശി. പിന്നെ ഞാൻ കൂടെ പോരാന്ന് കരുതി. നന്നായി. സാറ് പറഞ്ഞ കാര്യം ഞാൻ ഭാമയോട് ഇപ്പോഴാണ് പറഞ്ഞത്. അവളുടെ കൂടെ ഇപ്പൊ 2 പേരുണ്ട്. എന്നാലും കുഴപ്പമില്ല, ദിവാകരൻ സാർ പറഞ്ഞ ആളല്ലേ, വന്നോട്ടെ എന്ന് അവള് പറഞ്ഞു അല്ലേ? അതെ. സാധാരണഗതിയിൽ ഞാൻ ആർക്കു വേണ്ടി ഇങ്ങനെ ശുപാർശ ചെയ്യാറില്ല, പ്രത്യേകിച്ചും മോഹനകൃഷ്ണന്റെ അടുത്ത്. ഇയാൾക്ക് ശുപാർശ എന്നൊക്കെ കേൾക്കുന്നത് വലിയ ദേഷ്യമാണല്ലോ. അങ്ങനെയല്ല സാർ, ന്യായമായ എന്ത് ശുപാർശയും ഞാൻ കേൾക്കും. എവിടെ ആള്? ആദ്യം ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് കളഞ്ഞത്. ഹേമലതേ, വാ മോളെ. ഇത് ഹേമലത. നേരത്തെ കുറച്ചുനാൾ അഡ്വക്കേറ്റ് ഗോപകുമാറിന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. പുള്ളിക്കാരന് കാര്യമായ കേസൊന്നുമില്ല. ഇവൾക്ക് വണ്ടിക്കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇല്ലാതായപ്പോ വക്കീൽ ഇവളെ പറഞ്ഞു വിട്ടു. ഇവളുടെ അച്ഛൻ ശിവദാസൻ എന്റെ അടുത്ത സുഹൃത്താണ്. ശിവദാസൻ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന്. ഞാൻ വേറെ 1-2 വക്കീലന്മാരെ പോയി കണ്ടിരുന്നു, പക്ഷേ ഒന്നും ശരിയായില്ല. അപ്പോഴാ സത്യഭാമയുടെ കാര്യം ഓർത്തത്. മിനിഞ്ഞാന്ന് വില്ലേജ് ഓഫീസിൽ വെച്ച് മോഹനകൃഷ്ണനെ കണ്ടപ്പോ കാര്യം പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ കാര്യം തന്നെയാണ് സാറ് ഞാൻ സംസാരിച്ചത്. ഇപ്പോഴത്തെ കാലമല്ലേ, നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം അധികം ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ആൺമക്കളന്മാരുടെ കൂടെ ആയ പ്രശ്നമാണ്. കേസിന്റെയും മറ്റേ കാര്യമല്ലേ, രാത്രിയും പകലൊക്കെ ജോലി ചെയ്യേണ്ടി വരും, യാത്ര ചെയ്യേണ്ടി വരും. ഒരു പ്രശ്നം ഉണ്ടായിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ പ്രശ്നം ഉണ്ടാകാതെ നോക്കുന്നത്. ഈ തീപ്പെട്ടിയും പടക്കവും അടുത്തടുത്ത് വെക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഭാമയോട് പറഞ്ഞാണല്ലേ? പിന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ സംസാരിക്കൂ, എനിക്ക് ആഫീസ് പോകാനുള്ള നേരമായി. ശരി സാർ. എന്താ പേരെന്നാ പറഞ്ഞേ? ഹേമലത. സത്യം പറയാലോ സത്യഭാമേ, ഇവൾക്കൊരു ജോലിയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അവസ്ഥകളൊക്കെ നേരിട്ടറിയാവുന്നത് കൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. ഹേമലത ഒരു 11 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. വരുന്നത് ഒരു പെണ്ണാണെന്ന് മോഹനേട്ടൻ പറയാതിരുന്നത് എന്താ? എന്താ പെണ്ണുങ്ങൾ വക്കീൽ ഗുമസ്തയാകാൻ പാടില്ല എന്നുണ്ടോ? ഗുമസ്തയാവുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വരുന്ന ഒരു സ്ത്രീ ആണെന്ന് മോഹനേട്ടൻ എന്നോട് പറയായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയാൻ. എന്ത് തയ്യാറെടുപ്പ്? ഭാമേ, അടുക്കളയിൽ വെച്ച് പുതിയ ഗുമസ്തന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ നീ 3 മിനിറ്റ് കഴിഞ്ഞ് അഭിപ്രായം മാറ്റി ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചപ്പോഴേ എനിക്ക് അപകടം മനസ്സിലായി.
നീ എന്തോ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഞാനോ? ഞാനെന്താ ആസൂത്രണം ചെയ്യാൻ? ആസൂത്രണം ചെയ്യുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഉത്തമനോട് സംസാരിക്കുന്നത് ഞാൻ ഒളിച്ചെന്ന് കേട്ടു. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടത്ര മുൻകരുതൽ എടുക്കാതിരിക്കാൻ പറ്റുമോ? വലിയ മിടുക്കായിപ്പോയി. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഒളിച്ചു എന്ന് കേട്ടാൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റും. സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിയുള്ള ഒരു ഭാര്യ ഉള്ളപ്പോൾ സ്വന്തം തടി രക്ഷിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. രാജീവനോട് ഞാനെന്ന് അങ്ങനെ പറഞ്ഞതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഗൾഫിൽ നിന്ന് രാജീവൻ ഇങ്ങോട്ട് വന്നത് ജോലി വേണ്ടെന്ന് വെച്ചിട്ടല്ല. അവിടെ അടി ഉണ്ടാക്കിയതിന്റെ പേരിൽ രാജീവന്റെ ജോലി പോയതാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അങ്ങനെ ഒരാളെ 2 പെൺകുട്ടികളുള്ള വീട്ടിൽ എങ്ങനെ ജോലിക്ക് പറഞ്ഞയക്കും? അയ്യോ, എന്നിട്ട് മോഹനേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ നീ അത് വിദ്യാലക്ഷ്മിയോട് പറയും. അതോടെ രാജീവൻ വീട്ടുകാരോട് പറഞ്ഞ കള്ളം മുഴുവൻ പുറത്താവും. വെറുതെ സ്വന്തം വീട്ടിൽ അവനെ നാണം കരുത്തണ്ടാവും ഞാൻ കരുതി. ഹേമലതയുടെ കാര്യം അങ്ങനെയല്ല. ദിവാകരൻ സാറ് പറഞ്ഞ ശിവദാസൻ ചേട്ടനെ, ഹേമലതയുടെ അച്ഛനെ എനിക്കറിയാം. വലിയ കഷ്ടപ്പാടല്ല അവര്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഹേമലതയെ പോലൊരു പെൺകുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്നത് ഈ വക്കീലിന്റെ കൂടെ അല്ലേ? സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണ്ടേ ഭാമേ? ഈ തല ഒരു ഭയങ്കര തല തന്നെയാ. ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു ഇതിനകത്ത്. വമ്പിച്ച പ്രതികാരമാണ് വക്കീൽ ആസൂത്രണം ചെയ്തതെങ്കിലും കാര്യങ്ങൾ വഴിയിൽ വടികുത്തി പിരിഞ്ഞു. വില്ലേജ് ഓഫീസർ ആളൊരു എടുത്തുചാട്ടക്കാരനാണെങ്കിലും ചില ചാട്ടങ്ങളിൽ കക്ഷിക്ക് നല്ല കണക്ക് കൂട്ടലുണ്ട് എന്ന് സത്യഭാമയെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം.